ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന സെഷനുമായി അർദ്ധരാത്രിയിലാണ് നിങ്ങളുമായി സംസാരിക്കുന്നത്. നേരം പുലരുമ്പോൾ നാളത്തെ ദിവസം തിരക്കുള്ളതായി മാറുമെന്നുള്ളത് കൊണ്ട് രാത്രിയെ തന്നെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കുകയാണ്. ഇരുളിൽ പ്രകാശിക്കുന്നതാണല്ലോ വിശ്വാസം. ഇരുളിൽ പ്രകാശിക്കുന്നതാണ് സത്യവും. ഒരു സഹോദരൻ വീഡിയോയുടെ കീഴെ വന്ന് കമന്റ് ചെയ്യുകയാണ്, ഇത്തരത്തിലുള്ള പ്രബോധനങ്ങൾ നമ്മുടെ ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ പേർ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടേനെ. വിശ്വാസം എവിടെ പ്രഘോഷിച്ചാലും അന്ധത നീങ്ങും, ഇരുള് നീങ്ങും. എത്ര കൂരിരുട്ടാണെങ്കിലും ഒരു ചെറുതിരിനാളമുണ്ടെങ്കിൽ ആ പ്രകാശം ചുറ്റുപാട് പരക്കും. വെളിച്ചത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതിനെ തടഞ്ഞു വയ്ക്കാൻ ആർക്കും കഴിയില്ല. സത്യത്തിനും അങ്ങനെ തന്നെയാണ്. സത്യത്തെ കീഴ്പ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. ഈശോ ലോകത്തേക്ക് വന്നതിനെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. യോഹന്നാൻ 1:5 ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. അജ്ഞതയാവുന്ന അന്ധകാരത്തിൽ ലോകത്തെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അന്ധവിശ്വാസങ്ങളും തെറ്റായ പ്രബോധനങ്ങളും ഒക്കെ കുറെ കാലത്തേക്ക് മനുഷ്യ മനസ്സുകളെ സ്വാധീനിച്ചേക്കാം. പക്ഷേ നിത്യമായ സത്യം യേശുവാണ്. ആ സത്യം ഈ ലോകത്തിനു മുമ്പിൽ പ്രകാശിക്കുക തന്നെ ചെയ്യും. സത്യത്തിന് സാക്ഷ്യം നൽകുക എന്ന ദൗത്യത്തിൽ ഏർപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. വിശ്വാസം സ്വീകരിക്കുമ്പോൾ ലോകത്തിനു മുൻപിൽ സത്യവെളിച്ചം അവതരിപ്പിക്കുക എന്ന ധർമ്മം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ടാണ് താൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് ക്രിസ്തു വെളിപ്പെടുത്തുകയും നിങ്ങൾ തന്നെ ലോകത്തിന്റെ പ്രകാശമാണെന്ന് അവിടെ നിന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നത്. സത്യം പറയുമ്പോൾ സ്വാഭാവികമായും മാറ്റി നിർത്തപ്പെടലുകൾ, അവഗണനകൾ, തിരസ്കാരങ്ങൾ, എതിർപ്പുകൾ, കുറ്റപ്പെടുത്തലുകൾ, ആക്ഷേപങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പീഡകളും. നമ്മൾ തന്നെ പലപ്പോഴും അന്ധവിശ്വാസങ്ങൾക്കെതിരായി പ്രഘോഷണങ്ങൾ നടത്തുമ്പോൾ എത്രയേറെ പേരാണ് ആക്ഷേപങ്ങളുമായിട്ട് വരിക. വ്യക്തിപരമായി അധിക്ഷേപിക്കാനും നമ്മൾ പറയുന്നതെല്ലാം തെറ്റാണെന്ന് പറയാനും ആളുകളുണ്ടാവും. പക്ഷെ സത്യം നിലനിൽക്കും, സത്യം പ്രകാശിക്കും. സത്യം യേശുക്രിസ്തുവാണ്. എന്തുകൊണ്ടാണ് ധ്യാനകേന്ദ്രങ്ങളൊക്കെ അല്ലെങ്കിൽ ശുശ്രൂഷാ കേന്ദ്രങ്ങളൊക്കെ ഈ അന്ധവിശ്വാസത്തിന്റെ പിടിയിൽപ്പെട്ടു പോകുന്നതെന്ന് ചോദിച്ചാൽ, അന്ധവിശ്വാസം ഉള്ളിടത്ത് മാത്രമേ ആളുകളെ തടവിലിടാൻ കഴിയൂ. മതസ്വഭാവം എപ്പോഴും മനുഷ്യരെ തടവിലിടുന്ന സ്വഭാവമാണ്. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ആശയങ്ങളുടെയും ഒക്കെ തടവറയിൽ മനുഷ്യൻ കിടക്കണം. അപ്പോഴാണ് അവർക്ക് സ്വാതന്ത്ര്യം എന്ന വെളിച്ചത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോവുക. ശുശ്രൂഷ രംഗത്ത് എപ്പോഴും സത്യം പറയുമ്പോൾ പ്രതികൂലമായ നിരവധി അനുഭവങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കും ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാവുന്ന കാര്യമാണ്. സത്യം പറയുക എന്നത് അപകടകരമായൊരു കാര്യമാണ്. പക്ഷെ സത്യം പറയാതിരിക്കുക എന്നത് വിനാശകരമായൊരു കാര്യം. സത്യം പറയുക എന്നത് ക്രിസ്തുവിലുള്ള ദൗത്യമാണ്. അത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കലാണ്. ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാനുള്ള ദൗത്യത്തിൽ എനിക്കും നിങ്ങൾക്കും തുല്യ പങ്കാണുള്ളത്. എവിടെ ഒരു അന്ധവിശ്വാസം കാണുന്നുവോ, എവിടെ ഒരു തെറ്റായ പ്രബോധനം കാണുന്നുവോ, അത് ചോദ്യം ചെയ്യാനും അതിനെതിരെ നിൽക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ കഴിയാതെ പോകുമ്പോഴൊക്കെ നാം ക്രിസ്തുവിരുദ്ധരായി മാറിപ്പോകും. ഒരു ഉത്തമ സഭാസന്താനമായിരിക്കുക എന്നതാണ് എൻ്റെ ദൈവവിളി എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ സത്യസഭയുടെ പ്രകാശം ലോകത്ത് പരക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഭയ്ക്കകത്ത് നിരവധിയായ തെറ്റായ പ്രബോധനങ്ങളുണ്ട്, നിരവധിയായ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അവയിലൊക്കെ കുടുങ്ങി അനേകർ അജ്ഞതയുടെ തടവറയിൽ കഴിയുന്നുണ്ട്. ആ തടവറയിൽ നിന്ന് വിശ്വാസികളെ വിമോചിപ്പിക്കാനുള്ള ദൗത്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മോട് മറ്റുള്ളവർ പെരുമാറുന്നത് എന്നുള്ളതല്ല, എങ്ങനെ പെരുമാറിയാലും, എങ്ങനെ ആക്ഷേപിച്ചാലും, എങ്ങനെ നമുക്കെതിരെ കുറ്റം വിധികൾ ഉയർത്തിയാലും സത്യപക്ഷത്ത് നിലകൊള്ളുക, സത്യം വിളിച്ചു പറയുക എന്നത് ഒരു അടിയന്തര കടമയാണ്. സഭയ്ക്കകത്ത് ഈ സത്യം വിളിച്ചു പറയുകയും സഭയ്ക്കകത്തുള്ള പോരായ്മകൾ പരിഹരിക്കപ്പെടുകയും ചെയ്യണം. അങ്ങനെ മാനുഷികതര പരിമിതികൾ സഭയെ എവിടെയെങ്കിലുമൊക്കെ തടഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ ആ പ്രകാശത്തെ ഈ ലോകസമക്ഷം അവതരിപ്പിക്കാൻ, വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ.
അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് നിശ്ചയമായും നമ്മുടെ വിശ്വാസ പ്രഘോഷണ ദൗത്യത്തിന് എതിരായ കാര്യമാണെന്നറിയണം. പലപ്പോഴും ധ്യാന കേന്ദ്രങ്ങളുമായും ശുശ്രൂഷ രംഗങ്ങളുമായും പോകുമ്പോൾ പലയിടത്തു നിന്നും ഇത്തരത്തിലുള്ള തിരസ്കരണാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എറണാകുളത്ത് ഒരിടത്ത് ഒരു ദിവ്യകാരുണ്യ ആരാധന നടക്കുക. അവിടെ എല്ലാം ഒന്നാം വെള്ളിയാഴ്ചയും പ്രഘോഷിക്കാനായി ചെല്ലാമോ എന്ന് ചോദിക്കുക. സ്വാഭാവികമായും താല്പര്യമുള്ള കാര്യമാണ്. എറണാകുളം നഗരത്തിൽ ദിവ്യകാരുണ്യ ആരാധന നടത്തുന്ന ഒരു കേന്ദ്രത്തിൽ ദിവ്യകാരുണ്യ നാഥനെ ഈ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ, വചനം പറയാൻ, മറ്റുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ ഒരു ദൗത്യമേൽപ്പിക്കപ്പെടുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് വരെയുള്ള ജീവിതത്തിൽ എവിടെയെങ്കിലും വചനം പറയാൻ വിളിച്ചിട്ട് പോകാതിരുന്ന ചരിത്രമില്ല. അത് സഭയുടെ കേന്ദ്രമായിരിക്കണം എന്നൊരു നിഷ്ഠ മാത്രമേ നമ്മൾ വയ്ക്കാറുള്ളൂ. സഭയുടെ കേന്ദ്രമല്ലാത്തൊരിടത്ത് ഒരു ഹാളിലോ എവിടെയെങ്കിലും ആൾക്കൂട്ടത്തിലോ പോയി വചനം പറയാൻ നമുക്ക് താല്പര്യമില്ല. കാരണം ഈ ലോകത്ത് നാം ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുന്നത് സ്നേഹപ്രവൃത്തികളിലൂടെയാണ്. സഭയ്ക്കകത്താകട്ടെ സഭയുടെ വിശ്വാസത്തിൽ വിശ്വാസികൾ ഉറച്ചു നിൽക്കാൻ കാരണമാകും വിധം വചനത്തെ വ്യാഖ്യാനിക്കുകയും അനുഭവപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ അങ്ങനെ ഇവിടെ വിളിക്കുന്നു, എല്ലാ ഒന്നാം വെള്ളിയാഴ്ചയും ദിവ്യകാരുണ്യ ആരാധനയുണ്ട്, ജപമാലയുണ്ട്, വചനപ്രഘോഷണമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ആദ്യം തന്നെ നമുക്ക് എതിർപ്പായി തോന്നിയൊരു കാര്യം, ദിവ്യകാരുണ്യ ആരാധന വെച്ചിട്ട് വേണം സുവിശേഷം പ്രഘോഷിക്കാൻ. അവിടുത്തെ രീതി അതാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ നടത്തിപ്പുകാരോട് പറഞ്ഞു, ഇത് അനുചിതമായൊരു പ്രവൃത്തിയാണ്. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് ഒരാൾ പ്രസംഗിക്കുന്നത് ഒട്ടുമേ ഉചിതമായ കാര്യമല്ല. ഒരു സിമ്പിൾ ലോജിക്ക് ആലോചിച്ചാൽ മതി. ദിവ്യകാരുണ്യം പീഠത്തിലിരിക്കുന്നു, നാം അരികിൽ നിന്ന് പ്രസംഗിക്കുന്നു. ഒന്നുകിൽ പ്രസംഗിക്കുന്ന നമ്മളെ ആയിരിക്കും കൂടുതൽ ആളുകളും ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് അവരെ ശ്രദ്ധിക്കാനും അവരോട് വചനം പറയാനും കഴിയും. അങ്ങനെയാണല്ലോ പ്രസംഗം പറയുമ്പോൾ, ഇപ്പൊ തന്നെ വീഡിയോയിൽ ചെയ്യുമ്പോൾ പോലും നിങ്ങൾ മുമ്പിലുണ്ട് എന്നൊരു ബോധ്യത്തിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ മുമ്പിലുണ്ട് എന്നൊരു ബോധ്യത്തിൽ നിങ്ങളുടെ മനസ്സറിയാവുന്ന ഒരു ആത്മപ്രേരണയുടെ പ്രവൃത്തിയായി മാറുന്നില്ലെങ്കിൽ സംസാരിക്കുന്നത് തന്നെ അപകടമായിട്ട് മാറും. രണ്ടാമത്, പരിശുദ്ധ കുർബാനയെ അവഗണിച്ച് നമ്മെ നോക്കിയാലോ? കുർബാന അവഹേളിക്കപ്പെടും. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കുമ്പോൾ പരിശുദ്ധ കുർബാനയോട് പൂർണ്ണമായ ആരാധനാ മനോഭാവവും വിധേയത്വവും വണക്കവും നമുക്കുണ്ടാകണം. കുർബാനയുടെ ആരാധന ഒരു ഭക്താഭ്യാസമാണ്. പക്ഷേ പരിശുദ്ധ കുർബാന ജീവിക്കുന്ന ദൈവമാണ്. ആ ജീവിക്കുന്ന ദൈവത്തെ ബലിപീഠത്തിൽ ഉയർത്തിവെച്ചിട്ട് ബലിപീഠത്തിൽ നമുക്ക് വേണ്ടി സന്നിഹിതമാകുന്ന ദിവ്യകാരുണ്യത്തെ അവഗണിച്ച് നാം പ്രസംഗത്തിൽ ശ്രദ്ധിച്ചാൽ അത് ദിവ്യകാരുണ്യ അവഹേളനമായിട്ട് മാറും. ഞാൻ നടത്തിപ്പുകാരോട് പറഞ്ഞു, പക്ഷെ അവർ പറഞ്ഞു ഇത് ഇവിടുത്തെ ശീലമാണ്, ഇവിടെ ഇങ്ങനെയാണ് പതിവായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പൗരോഹിത്യ നേതൃത്വമൊക്കെ പിന്തുണ നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞാലും അത് തെറ്റാണ്. എങ്കിലും ഞാൻ വചനം പറയാൻ തീരുമാനിച്ചു. കാരണം ഒരു നല്ല സമൂഹം അവിടെയുണ്ട്. ആ സമൂഹത്തോട് ഈ കാര്യവും പറയണം. ആദ്യത്തെ തവണ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചുള്ള പ്രസംഗത്തിന്റെ മധ്യേ ഞാൻ അവരോട് ഈ കാര്യം പറഞ്ഞു. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ ദിവ്യകാരുണ്യത്തെ ശ്രദ്ധിക്കണം. കാരണം ദിവ്യകാരുണ്യത്തെ നാം ഏതെങ്കിലും തരത്തിൽ അവഗണിച്ചാൽ, പരസ്യമായി എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ അവഗണിച്ച് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാനിടയായാൽ നിശ്ചയമായും അത് ക്രിസ്തു വിരുദ്ധമായൊരു പ്രവൃത്തിയായിട്ട് മാറിപ്പോകും, കൂദാശിയോടുള്ള അനാദരവായി മാറിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ ദിവ്യകാരുണ്യത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇങ്ങനെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന രീതി തെറ്റാണ് എന്ന് പ്രസംഗമധ്യേ ഞാൻ അവരോട് പറഞ്ഞു. ജനത്തിന് ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. പക്ഷേ സംഘാടകരോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരോ ആ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചില്ല. എല്ലാ ഒന്നാം വെള്ളിയാഴ്ചയും അവിടെ പ്രസംഗിക്കാൻ ചെല്ലുമെന്ന് ചോദിച്ചു. നമ്മളത് സമ്മതിച്ചു. ഒരു തടസ്സവുമില്ലാതെ അത് അംഗീകരിക്കാൻ കാരണം, എവിടെയാണെങ്കിലും വിളിച്ചാൽ അവിടെ എത്തിയിരിക്കണം എന്നത് അവിടെ നിന്ന് തന്ന ഒരു കൽപ്പനയാണ്. നീ എവിടെയാണ് പ്രസംഗിക്കാൻ വിളിക്കുന്നതെങ്കിലും എന്ത് ക്ലേശം സഹിച്ചിട്ടാണെങ്കിലും അവിടെ എത്തിയിരിക്കണം. കാരണം
ജീവിക്കുന്നത് അതിനു വേണ്ടിയാണ്. മാനസാന്തരമുണ്ടായി ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള ജീവിതം ക്രിസ്തുവിൽ അർപ്പിതമായി തീരണം, അവനെ പ്രഘോഷിക്കുന്നതിന് വേണ്ടിയാകണം എന്ന് ഹൃദയമുറപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാ ആഴ്ചയും പോകാൻ തീരുമാനിച്ചു. തുടർച്ചയായി പല ആഴ്ചകളിലും അവിടെ പോയി ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്നുകൊണ്ട് തന്നെ, ഒരിടത്ത് മാറ്റാൻ തയ്യാറല്ലല്ലോ, അതുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് തന്നെ വചനം പ്രഘോഷിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോഴൊക്കെ വിശ്വാസപരമായ പിഴവുകളും ബോധ്യത്തിലുള്ള തെറ്റുകളും നാം ആചരിച്ചു പോരുന്ന ആചാരങ്ങളുടെ വൈകല്യങ്ങളും ഒക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. സാധാരണഗതിയിൽ ജപമാല ആരംഭിച്ചതിന് ശേഷമാണ് മിക്കവാറും ഞാൻ അവിടെ എത്തിച്ചേരുക. ജപമാല ഒരു പകുതിയൊക്കെ കഴിയുമ്പോഴായിരിക്കും എത്തുക. കാരണം അവിടുത്തെ ബ്ലോക്കിലൂടെയൊക്കെ യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോൾ നേരമാകും. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ ഞാൻ പിന്നിലുള്ള ഒരു മുറിയിൽ പോയിരിക്കും. അല്പനേരം പ്രാർത്ഥിച്ചിട്ടാണ് ശുശ്രൂഷ വേദിയിലേക്ക് വരിക. ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ വളരെ നേരത്തെയായി. അങ്ങനെ വളരെ നേരത്തെ അവിടെ ചെന്നു. ഞാൻ അവരോട് കൂടെ ജപമാലയ്ക്കിരുന്നു. അപ്പോഴാണ് ഈ ജപമാലയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഓരോ രഹസ്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും നീണ്ട നിവേദനങ്ങൾ സമർപ്പിക്കുകയാണ്. അതൊക്കെ നിയോഗങ്ങളാണെന്നാണ് അവർ പറയുക. അങ്ങനെ ഒരു വെള്ളിയാഴ്ചയാണല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ ചെല്ലുമ്പോൾ മൂന്നാമത്തെ രഹസ്യം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും അർപ്പിക്കുന്നത് അവിടെയുള്ള ഒരു ചേട്ടത്തിയുടെ മകന്റെ മകൾ സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നു. ആ മടി മാറാൻ വേണ്ടിയാണ് ഈ രഹസ്യം. ജപമാല ധ്യാനിക്കുമ്പോൾ ജപമാലയിലെ രഹസ്യങ്ങൾ ഹൃദയത്തിൽ ഓർക്കുകയും നന്മ നിറഞ്ഞ മറിയമേ എന്ന് ജപം ചെല്ലുകയും 10 നന്മ നിറഞ്ഞ മറിയം കഴിയുന്നത് വരെ ആ രഹസ്യം ധ്യാനിക്കുകയും ചെയ്യണം. അങ്ങനെയാണ് ജപമാല രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഓരോ രഹസ്യം പ്രാർത്ഥിക്കുമ്പോഴും സ്വർഗസ്ഥനായ പിതാവ് മുതൽ ത്രിത്വസ്തുതി വരെയുള്ള പ്രാർത്ഥനകളൊക്കെ ചെല്ലുമ്പോൾ ചിന്തിച്ചിരിക്കേണ്ടത് ഈ രഹസ്യത്തെക്കുറിച്ചാണ്. ആ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കുന്ന സമയത്ത് ഈ കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചേടുത്തിയുടെ പേരക്കിടാവിന്റെ സ്കൂളിൽ പോകാനുള്ള മടി മാറാനുള്ള നിയോഗമാണ്. നമ്മൾ ഓർത്തു നോക്കണം, കർത്താവ് ഈശോമിശിഹായുടെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ കുഞ്ഞ് സ്കൂളിൽ പോകുന്നതിന് മടിയുള്ളത് മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കുകയും അതാണ് നിയോഗമെന്ന് പറയുകയും ആ നിയോഗം ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ജപമാലയ്ക്കെതിരായി പോകില്ല നമ്മൾ. ഞാനന്ന് പറഞ്ഞത് ജപമാല അർപ്പണത്തിലെ പിഴവുകളെ കുറിച്ചാണ്. ജപമാല എങ്ങനെയാണ് അർപ്പിക്കേണ്ടതെന്നും ജപമാല അർപ്പണത്തിലൂടെ ദിവ്യരഹസ്യങ്ങളെ ധ്യാനിക്കുന്നതിലൂടെ നാം എങ്ങനെയാണ് ക്രിസ്തുവിനോട് അടുക്കുന്നതെന്നും അങ്ങനെ ധ്യാനാത്മകമായി ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ളൊരിടമാണ് ജപമാലയെന്നും അവരെ പഠിപ്പിക്കുമ്പോൾ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു. അടുത്ത വെള്ളിയാഴ്ച മിക്കവാറും ഞാനായിരിക്കില്ല ഇവിടെ പ്രസംഗിക്കാൻ വരിക. ഇത് എൻ്റെ അവസാനത്തെ പ്രസംഗമായിരിക്കും ഒരുപക്ഷെ ഇവിടെ. ഞാനത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഉറപ്പുണ്ട്, ആഴ്ചകളായി അവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ എല്ലാ ആഴ്ചയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെയ്യുന്ന പിഴവുകളെ കുറിച്ചാണ്. വിശ്വാസം എന്നത് എങ്ങനെയാണ് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കേണ്ടതെന്നും എങ്ങനെയാണ് കൗദാശികാർപ്പണത്തിലൂടെ അനുഭവമാക്കേണ്ടതെന്നും എങ്ങനെയാണ് ഈ ജീവിതത്തെ മറികടക്കാൻ ക്രിസ്തുവിനൊരു ബലമായി സ്വീകരിക്കേണ്ടതെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജപമാലയിലെ ഈ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് പ്രസംഗം ഇവിടെ അവസാനിക്കുമെന്ന് എനിക്ക് ഏകദേശം ബോധ്യമുണ്ടായിരുന്നു. അടുത്ത മാസാദ്യ വെള്ളിയാഴ്ച അവിടെ പ്രസംഗിക്കാനായി പോകേണ്ട സമയത്തിന്റെ തലേന്ന് ഈ സംശയം രൂഢമൂലമായി പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരനോട് പറഞ്ഞു, ഈ സ്ഥലത്തെ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു അവിടെ ഒന്ന് വിളിച്ചു ചോദിക്കുക, നാളെ അവിടെ ആരാണ് പ്രസംഗിക്കാൻ വരുന്നത്, അവർ പറയുമല്ലോ. വിളിച്ചു ചോദിച്ചപ്പോൾ അവർ വേറൊരാളുടെ പേര് പറഞ്ഞു. പ്രസംഗിക്കാനൊരു അവസരം നഷ്ടമായി എന്നല്ല നമുക്ക് തോന്നിയത്, നമ്മൾ പറയുന്നതിൽ കാമ്പുണ്ടെന്നാണ്. അതുകൊണ്ട് ആ കാമ്പുള്ള കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയണം, വിശ്വാസികളോട് വിളിച്ചു പറയണം എന്ന ഒരു ദൃഢമായ ബോധ്യമാണ് ഇപ്രകാരം ഒരു ഒഴിവാക്കലിലൂടെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. നമ്മൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവരാണ്. ക്രിസ്തുവിനെ ലോകത്ത് നമ്മുടെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ്. സത്യപക്ഷത്ത് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റൂ. അങ്ങയുടെ വചനമാണല്ലോ സത്യം. യോഹന്നാൻ 17:17 അത് പറയുന്നുണ്ട്. അങ്ങയുടെ വചനമാണ് സത്യം.
ആ വചനമാകുന്ന സത്യമാണ് വെളിപാടുകളുടെ പൂർണ്ണതയെന്ന് ഹൃദയബോധ്യമുള്ളത് കൊണ്ട് ഏതുതരം എതിർപ്പുണ്ടായാലും, എത്രത്തോളം തടയപ്പെട്ടാലും, എവിടെയെല്ലാം പരിമിതമാക്കപ്പെട്ടാലും, ആരെല്ലാം അവഹേളിച്ചാലും, എന്തു തന്നെ ചെയ്താലും അത് പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു എത്രമാത്രം ബോധ്യമാകുന്നുവോ അത്രത്തോളം ഈ ലോകത്തോട് വിളിച്ചു പറയണം, ക്രിസ്തു സ്വാതന്ത്ര്യമാണ്, ക്രിസ്തു ഒരു തടവറ പണിയുന്നവനല്ല. അന്ധകാരത്തിന്റെ തടവറകൾ, അജ്ഞതയുടെ തടവറകൾ ഇവിടെ ഉയരുന്നുണ്ട്. വിശ്വാസികൾ ആ തടവറയ്ക്കകത്ത് പൂട്ടപ്പെടുന്നുണ്ട്. അവർ ക്രിസ്തുവാകുന്ന പ്രകാശത്തെ അനുഭവിക്കാനിടയാകാതെ പോകുന്നുണ്ട് നിരവധി ഘട്ടങ്ങളിൽ. ആലപ്പുഴയിൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരിക്കൽ എന്നെ ഒരു ശുശ്രൂഷയ്ക്കായി വിളിച്ചു. ഒരു വലിയ ഓഡിയൻസ് ആണ്, ലൈവ് പ്രോഗ്രാം ഒക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 1.5 മണിക്കൂർ പ്രസംഗിക്കാൻ വേണ്ടി എറണാകുളത്ത് നിന്ന് ആലപ്പുഴ വരെ ഞാൻ യാത്ര ചെയ്യുന്നു. അങ്ങനെ യാത്ര ചെയ്ത് തിരിച്ചു പോരേണ്ടതുണ്ട്. എൻ്റെ കൂടെ 2-3 പേര് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിക്ക് പോവുകയാണ്. അവിടെ ചെന്നു. അവിടെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടുത്തെ പുരോഹിതനെ വിളിച്ച് പറഞ്ഞു, തിയോളജിക്കലായി ഇത് ഭയങ്കര പ്രശ്നമാണ്, ഇങ്ങനെ ചെയ്യുന്നതിൽ അബദ്ധമുണ്ട്. അച്ഛൻ പറഞ്ഞു, ഈ കാര്യം പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഇവിടുത്തെ രീതി ഇതായി പോയല്ലോ, എഴുന്നള്ളിച്ച് വെച്ചും പോയല്ലോ, ഇനി അത് മാറ്റുന്നത് ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാം, ഞാൻ താഴെ നിന്ന് പ്രസംഗിക്കാം, ഈ പീഠത്തോട് ചേർന്നൊരു ഭാഗത്തുനിന്ന് പ്രസംഗിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ എന്നെ പ്രസംഗിക്കാനായി ക്ഷണിച്ചു. ഞാൻ പ്രസംഗിക്കാൻ ചെന്നു. ലൈവ് ക്യാമറകളൊക്കെ ഓണായി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഘോഷണം ആരംഭിച്ചപ്പോൾ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മുൻപിൽ എങ്ങനെയാണ് ഈ അപ്പത്തിന്റെ രൂപത്തിൽ അവതരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഒരു അബദ്ധത്തിന് മുമ്പിലാണ് ഞാൻ ഹൃദയപരമായി വേദനയോടെയും ക്രിസ്തുവിനോട് നിരന്തരമായി കേണപേക്ഷിച്ചുകൊണ്ടും മാപ്പപേക്ഷിച്ചുകൊണ്ടുമാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നത് ഉചിതമായ പ്രവൃത്തിയല്ല. ഞാനിത് പറഞ്ഞതോടുകൂടി ലൈവ് പ്രോഗ്രാം കട്ട് ചെയ്തു. പിന്നെ ലൈവ് കാണിച്ചില്ല. കാരണം ലോകത്തെമ്പാടുമുള്ള ആളുകൾ ഈ ചാനലിലൂടെ ഇത് കാണുന്നതാണ്. അവരാരും ഇനി ഇത് കണ്ടുകൂടാ. പരിശുദ്ധ കുർബാനയെ ഇങ്ങനെ അവഹേളിക്കുന്ന പ്രവൃത്തി ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ നിശ്ചയമായും നാം ദൈവസന്നിധിയിൽ കുറ്റക്കാരാകും, സത്യവിരുദ്ധരായിട്ട് മാറും. ആ സത്യം പറയുന്നത് കൊണ്ട് അവിടെ അന്ന് ലൈവ് പ്രോഗ്രാമിൽ നിന്ന് നമ്മളെ മാറ്റിയെന്ന് മാത്രമല്ല, ആ പ്രോഗ്രാമിലേക്ക് പിന്നെ നമ്മൾ ഒരിക്കലും വിളിച്ചില്ല. എവിടെ അങ്ങനെ വിളിക്കുമ്പോഴും ഒരു കാര്യം ഉറപ്പിച്ചിട്ടാണ് പോവാറ്, ഇതൊരു പക്ഷെ അവസാനത്തെ ചെല്ലലായിരിക്കും. വീണ്ടും വിളിക്കുമെന്ന് ഒരു പ്രതീക്ഷ വയ്ക്കാറില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കോംപ്രമൈസിന് ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഒരിക്കൽ ഒരു ചാനലിൽ ഇങ്ങനെ വിളിക്കട്ടെ, 2 തവണയാണ് ആ ചാനലിൽ വിളിച്ചത്. അപ്പോൾ ഒരു തവണ വിളിക്കുമ്പോൾ ഞാനിവിടെ വിശുദ്ധ കുർബാനയുടെ മുൻപേ അവിടെ എത്തിയിട്ടുണ്ട്. നൈറ്റ് വിജിലാണ്. ആ നൈറ്റ് വിജിലിന്റെ ഭാഗമായിട്ട് ഞാൻ നിൽക്കുക. നവംബർ മാസത്തിലാണ് ശുശ്രൂഷ. ഒരു ധ്യാനത്തിനിടയിൽ നിന്നാണ് ഞാൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അവിടെ ചെല്ലുന്നത്. ധ്യാന ശുശ്രൂഷ ഒരു ഭാഗം വേറൊരു അച്ഛനെ വിളിച്ച് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. ഈവനിങ് ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ധ്യാനത്തിലെ ഒരു ദിവസത്തെ ശുശ്രൂഷകൾ വേറൊരു അച്ഛനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാണ്. കാരണം അനേകർ കാണുന്ന ഒരു ശുശ്രൂഷയിൽ, അനേകർ പങ്കെടുക്കുന്ന ഒരു ശുശ്രൂഷയിൽ ഭാഗവാക്കാകാൻ പറ്റും, അനേകരോട് സത്യത്തെക്കുറിച്ച് പറയാൻ പറ്റും. അങ്ങനെ അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മേക്കപ്പ് ഇടിക്കാനൊക്കെ നോക്കി. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ മേക്കപ്പ് ഇടുന്ന പരിപാടി നമുക്ക് ഇണങ്ങില്ല, നിങ്ങൾ എന്നെ എങ്ങനെ കാണുന്നുവോ അങ്ങനെ തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞു, ആകെ ഒരു കീറിയ കുപ്പായമാണ് എനിക്കുള്ളത്, നിങ്ങൾ എന്നെ മുഖത്ത് പുട്ടിയിട്ടാൽ, ഞാനിപ്പോൾ പൗഡറൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ്, അങ്ങനെ എന്നെ ഭംഗിയാക്കാൻ നോക്കിയാൽ അത് മഹാബോറായിരിക്കും. കാരണം ഞാൻ ആളുകളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പം എല്ലാവരോടും കൂടെ നടക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എന്നെ ഒരു പ്ലാറ്റ്ഫോമിൽ കണ്ടാൽ ജനം ചിരിക്കാനാണ് സാധ്യത. ഞാൻ അങ്ങനെ പറഞ്ഞു. എന്നെ മേക്കപ്പ് റൂമിൽ നിന്ന് ഒഴിവാക്കിയില്ല. മേക്കപ്പ് റൂമിൽ കൊണ്ടുപോയി അവർ പറഞ്ഞു, ഒരു ടച്ചിങ് എങ്കിലും നടത്താം, ഗ്ലെയർ അടിക്കാതിരിക്കാൻ വേണ്ടി ക്യാമറയ്ക്ക്. ഞാൻ പറഞ്ഞു, ഇത് അവിടെ ഞാൻ നിന്ന് വേർക്കും, അങ്ങനെ വേർത്ത് കഴിയുമ്പോൾ എല്ലാം കൂടി എടുത്തു പോകും, അതുകൊണ്ട് അത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒരാൾ അവിടെ ഇരുന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് മേക്കപ്പ് ചെയ്തതെന്നേ തോന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ തോന്നും, എനിക്ക് കണ്ടിട്ട് ഒരു നാടകത്തിൽ അഭിനയിക്കാൻ തയ്യാറെടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ കുർബാനയ്ക്ക് വന്നു. അവിടെ ഞാൻ നോക്കുമ്പോൾ സങ്കീർത്തിയിൽ
അച്ഛനെ മേക്കപ്പ് എണീക്കുന്നുണ്ട് സങ്കീർത്തി വെച്ച്. ഞാനത് കണ്ട് അൾത്താരയിലേക്ക് പോയി. അൾത്താരയുടെ ഒരു ഭാഗത്തായി ഞാൻ മുട്ടുകുത്തി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ അർപ്പിക്കുന്ന കുർബാന ആഗമനകാലത്തിന്റെ വായനകളാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, പ്രസംഗിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. നവംബർ മാസം ശുദ്ധീകരാത്മാക്കളുടെ മാസമാണ്. ശുദ്ധീകരാത്മാക്കളെ സംബന്ധിച്ചും ആത്മാവിന്റെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ പറയണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് എന്നോട് പറയുന്നത് യേശുവിന്റെ ജനനത്തെക്കുറിച്ചാണ് പറയേണ്ടത്. എനിക്ക് ആ പറയുന്നതിന്റെ ലോജിക്ക് മനസ്സിലായില്ല. പക്ഷെ കുർബാനയിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. കുർബാന ആഗമനകാലത്തിന്റെ കുർബാനയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. ആത്മാക്കളുടെ മാസം, ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാസം, അതിനെക്കുറിച്ച് ധ്യാനിക്കുന്ന മാസം, അതിനെക്കുറിച്ചുള്ള ഒരു ബലിയിൽ ജനം സജീവമായി പങ്കെടുക്കുന്ന ഒരു വേദിയിൽ ആഗമനകാലത്തിന് കുർബാന അർപ്പിക്കപ്പെടുകയാണ്. എന്താണ് ഈ കാലം മാറി കുർബാന അർപ്പിക്കപ്പെടുന്നത്? ഇത് ഇന്ന് റെക്കോർഡ് ചെയ്യും. ഇത് അടുത്ത മാസം ആദ്യത്തെ വെള്ളിയാഴ്ച പ്രക്ഷേപണം ചെയ്യാനുള്ളതാണ്. ഡിസംബർ മാസത്തിൽ പ്രക്ഷേപണം ചെയ്യാനുള്ള നൈറ്റ് വിജിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ നൈറ്റ് വിജിലിന്റെ പ്രാർത്ഥനയും ആ കുർബാനയും പ്രസംഗവും ഒക്കെ കേവല അഭിനയങ്ങൾ മാത്രമാണ്. ചായം പൂശി വരാൻ പോകുന്നൊരു കാലത്തെക്കുറിച്ച് മുന്നേ തന്നെ ഒരു കാര്യം ചെയ്ത് നാടകമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രവൃത്തിയാണ്. എത്ര ഹീനമാണെന്ന് ഓർക്കണം. ഈ സത്യം തിരിച്ചു പറഞ്ഞതുകൊണ്ട്, ഈ സത്യം വിളിച്ചു പറഞ്ഞതുകൊണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ അബദ്ധം പറഞ്ഞതുകൊണ്ട് മനുഷ്യർ കൂട്ടുകൂടി സാഹോദര്യഭാവനയോടെ പ്രാർത്ഥിക്കുന്നതിനെ കേവല അഭിനയമാക്കി തരം താഴ്ത്തതിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് പിന്നീട് ആ ചാനൽ നമ്മെ വിളിച്ചില്ല. ഒരു ചാനൽ നോമ്പുകാലത്തെ ശുശ്രൂഷകൾ, പാദക്ഷാളന ശുശ്രൂഷ നോമ്പുകാലത്തിന് മുൻപേ എറണാകുളം രൂപതയിൽ ഒരു പള്ളി വെച്ച് ടെലികാസ്റ്റ് ചെയ്യുക. അതിൽ മെത്രാന്മാർ വരെ പങ്കെടുക്കുന്നുണ്ട്. നോമ്പുകാലം എന്ന് പറയുന്നത് 50 നാളുകൾ കൊണ്ട് 40 നാളുകൾ കൊണ്ട് കുർബാനയുടെ രഹസ്യത്തെ അനുഭവവേദ്യമാക്കുന്ന നാളുകളാണ്. അതൊരു പ്രത്യേക കാലഘട്ടത്തിൽ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ഒരു നാടകം പോലെ മുന്നേ തന്നെ ടെലികാസ്റ്റ് ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടാവുന്നു. ഇത് വിളിച്ചു പറഞ്ഞാൽ നിശ്ചയമായിട്ടും ഈ ലോകം നമ്മെ എതിർക്കും. ശുശ്രൂഷയിൽ തടസ്സമുണ്ടാക്കുന്ന ഒരാളായിട്ടാണ് നമ്മളെ കാണുക. വാസ്തവത്തിൽ നാം സത്യം പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ആചാരവും അനുഷ്ഠാനവും നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിനോട് ചേർത്ത് വെക്കുന്നതായി മാറാൻ വേണ്ടി സഭ ഒരു കാലം നിശ്ചയിക്കുമ്പോൾ ആ കാലത്തിൽ നിർവഹിക്കപ്പെടേണ്ട ശുശ്രൂഷ മുന്നേ തന്നെ ശുശ്രൂഷിക്കപ്പെടുന്നു, അത് ടെലികാസ്റ്റ് ചെയ്യുന്നു, അത് അവതരിപ്പിക്കുന്നു. ലൈവ് പ്രോഗ്രാമിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണെന്നാണ് എനിക്ക് കിട്ടിയ മറുപടി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത് പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ സത്യം പറയുക എന്നത് അപകടകരമായൊരു കാര്യമാണ്. സത്യം പറഞ്ഞതിന്റെ പേരിൽ നിരവധി ഇടങ്ങളിൽ ശുശ്രൂഷകൾ തടയപ്പെട്ടിട്ടുണ്ട്. ആരോടും പരിഭവമില്ല കേട്ടോ. നമ്മളൊരു സത്യം തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ ചെല്ലുന്നിടത്ത് അനാചാരങ്ങൾക്ക് നമ്മെ ഭയമാകുന്നു, സത്യത്തെ ഭയമാകുന്നു എന്നൊരു കാര്യമാണ് നമുക്ക് ബോധ്യമാകുന്നത്. വേറൊരു ധ്യാന കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ, ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ കന്യകാ മാതാവിന്റെ തിരുസ്വരൂപത്തിന്മേൽ ആളുകൾ കൊണ്ടുവന്ന് സാരികൾ ചാർത്തുന്നു. സാരികൾ ചാർത്തുന്ന, പുടവ ചാർത്തുന്ന ഒരു നേർച്ചയുണ്ട് അവിടെ. ഇതിങ്ങനെ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അവിടെ നിന്ന് ഈ വേദിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഈ കാണിക്കുന്ന ഭോഷത്വം എത്രത്തോളം നീചമാണ്. ദൈവമാതാവിനെ ഇങ്ങനെ സാരി പുതപ്പിക്കുന്നത് എവിടെ നിന്ന് കിട്ടിയതാണ് നമുക്ക്? എന്നോട് അവിടെയുള്ള സംഘാടകർ പറഞ്ഞു, ഇങ്ങനെ കിട്ടുന്ന സാരികൾ സാധുക്കൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ സാധുക്കൾക്ക് എന്ത് കൊടുത്താലും ഈ ചെയ്യുന്ന പ്രവൃത്തി അനാദരവാണ്. അത് പറഞ്ഞതുകൊണ്ട് പിന്നീട് ആ ധ്യാന കേന്ദ്രത്തിൽ മറ്റൊരു ശുശ്രൂഷയ്ക്കായി പോകേണ്ടി വന്നില്ല. ഇതൊരു സ്വാഭാവികമായ കാര്യമാണ്. എവിടെ വിളിച്ചാലും ശുശ്രൂഷ ചെയ്യുമ്പോൾ സത്യം നമ്മൾ പറഞ്ഞാൽ നിശ്ചയമായിട്ടും അകറ്റപ്പെടും. പക്ഷേ സത്യപക്ഷത്ത് നിലകൊള്ളണം, സത്യം വിളിച്ചു പറയണം, സത്യമേ പറയാവൂ. അന്ധവിശ്വാസങ്ങൾ പടരുന്നത് വിശ്വാസത്തിനെതിരായ ഏറ്റവും കൊടിയ ആക്രമണമാണെന്ന് തിരിച്ചറിയണം.
വിശ്വാസരാഹിത്യത്തെക്കാൾ അപകടകരമാണ് അന്ധവിശ്വാസം. ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാൾ, യേശുവിനെ തിരിച്ചറിയാത്ത ഒരാൾ ചെയ്യുന്നതിനേക്കാൾ അപകടകാരിയാണ് ക്രിസ്തുവിശ്വാസത്തിലായിരിക്കുകയും മാമോദിസ വഴി സഭാഗാത്രത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവർ ചെയ്യുന്ന അന്ധവിശ്വാസത്തിന്റെ പ്രവൃത്തികൾ, അനാചാരങ്ങൾ. അത് സഭയ്ക്കകത്ത് തന്നെ ഹീനമാണ്. ഒപ്പം തന്നെ പുറമേ നിൽക്കുന്നവരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവൃത്തിയാണ്. ഒരിടത്ത് ശാപവിമുക്തി ശുശ്രൂഷ, അതിനെതിരെ പറഞ്ഞതും പ്രശ്നമായി. ശാപവിമുക്തി ശുശ്രൂഷ എന്നത് എവിടെ നിന്ന് വന്നതാ? അത് കേരളത്തിൽ ഒരു പെന്റക്കോസ്റ്റൽ മൂവ്മെന്റിൽപ്പെട്ട ഒരാൾ നടത്തിയൊരു ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷ കടമെടുത്തിട്ട് ഒരു ധ്യാന കേന്ദ്രം ആ പരിപാടി തുടങ്ങുന്നു. നമ്മളിത് പറഞ്ഞു കഴിയുമ്പോൾ ആ ധ്യാന കേന്ദ്രം നമുക്കെതിരായി മാറുന്നു. നമ്മൾ പിന്നെ ഒരാളെയും ശത്രുവായി കാണാത്തത് കൊണ്ട്, ആരെയും പ്രതിദ്വന്ദിയാക്കി നിർത്താത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരോടും അസമാധാനം തോന്നിയിട്ടില്ല. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു പുഞ്ചിരിയെ വരാറുള്ളൂ. സത്യം എവിടെയും ജയിക്കും, അല്ലെങ്കിൽ സത്യം പറയുമ്പോൾ സത്യത്തെ ഭയമുള്ളവരാണ് ഇങ്ങനെ അകന്നു മാറുന്നത് എന്നറിയാവുന്നത് കൊണ്ട് നാം ഒരാളെയും കുറ്റം വിധിക്കുന്നില്ല. ഇങ്ങനെ ചില കുഴപ്പങ്ങൾ ശുശ്രൂഷാ കേന്ദ്രങ്ങൾക്കുണ്ട് എന്ന പരമാർത്ഥം അറിയണം. പത്രം കത്തിച്ച് ചാരം കൊടുക്കുന്നവരും, ഒരു വെണ്ണ കഴിച്ചാൽ രോഗം മാറുമെന്ന് പറയണവരും, പരിശുദ്ധമായ ഒലിവ് തൈലം എന്ന് പറഞ്ഞ് ഒലിവെണ്ണ വിൽക്കുന്നവരും, പത്രം വിറ്റ് കാശുണ്ടാക്കുന്നവരും, കൊള്ളയടിക്കുന്നവരുമായി നമ്മുടെ ശുശ്രൂഷാ കേന്ദ്രങ്ങൾ അധപ്പതിക്കുന്നു. അവർക്ക് ആളെ കൂട്ടാൻ അസത്യം പറഞ്ഞേ മതിയാകൂ, അന്ധവിശ്വാസം പഠിപ്പിച്ചേ മതിയാകൂ. അതുകൊണ്ടാണ് അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ പെരുകുന്നത്. സത്യം പറയേണ്ടിടങ്ങൾ, സത്യം വിളിച്ചു പറഞ്ഞ് മാനസാന്തരത്തിലേക്ക് മനുഷ്യനെ ആനയിക്കേണ്ടിടങ്ങൾ അസത്യപ്രഘോഷകരാകുന്നു, അന്ധവിശ്വാസം പഠിപ്പിക്കുന്നവരാകുന്നു, പൈശാചിക തിന്മകളെക്കുറിച്ച് ഭീഷണിപ്പെടുത്തുന്നു, ജീവിത ദുരന്തങ്ങൾക്ക് കാരണം ശുദ്ധീകരാത്മാക്കളാണെന്ന് പറയുന്നു. നിരവധിയായ തെറ്റായ പഠനങ്ങളിലൂടെ മനുഷ്യനെ വ്യാകുലപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നിരന്തരം മനുഷ്യനെ പീഡിപ്പിക്കുകയാണ്, അജ്ഞതയുടെ തടവറയിൽ കെട്ടിയിടുകയാണ്, അതുവഴി ധനമാർജിക്കുകയാണ് ഇത്തരം അന്ധവിശ്വാസത്തിന്റെ കേന്ദ്രങ്ങൾ. നവനാൾ കേന്ദ്രങ്ങളിലായിട്ട് ഇങ്ങനെയുണ്ട്. അതേപോലെ തന്നെ ശുശ്രൂഷാ കേന്ദ്രങ്ങൾ ഇങ്ങനെ കൊള്ളയടിക്കുന്നവരായി മാറുന്നുണ്ട്. ഈ സത്യം നമ്മൾ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ, മനസാക്ഷിക്ക് നിരക്കാത്തതായതുകൊണ്ട്, ക്രിസ്തുബോധത്തിന് നിരക്കാത്തതായതുകൊണ്ട് അത് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ധ്യാനകേന്ദ്രങ്ങളൊക്കെ പാഴാണെന്നും ഇവിടെയൊക്കെ ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ലെന്നും ഇവരൊന്നും ശരിയല്ലെന്നും അങ്ങനെയുള്ള അഭിപ്രായം നമുക്കില്ല. ഈ പിഴവ് നികത്തണം, ഈ തെറ്റ് തിരുത്തണം, ഇങ്ങനെയല്ല വേണ്ടത്, നിങ്ങൾ സത്യപക്ഷത്ത് നിൽക്കൂ എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാതെ ഈ ധ്യാനകേന്ദ്രങ്ങളൊക്കെ അടച്ചുപൂട്ടണമെന്നോ ഇതൊക്കെ കൊള്ളരുതായ്മയാണെന്നോ ഇതൊക്കെ പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തിയാണെന്നോ ഒരു ആക്ഷേപം നമ്മൾ ഉന്നയിക്കുന്നില്ല. ഇതിനകത്ത് പിഴവുണ്ടോ എന്ന് പരിശോധിക്കണം. ഒരു കാലത്ത് അഖണ്ഡ ജപമാലയായിരുന്നു. 5.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ജപമാല ചൊല്ലിയാൽ ഏത് കാര്യവും നടക്കുമെന്ന് പറഞ്ഞ് അനേകരെ പ്രലോഭിപ്പിച്ച് ഈ പറഞ്ഞ അഖണ്ഡ ജപമാല പ്രചാരത്തിൽ നേടിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. 10 വർഷത്തോളം നിരന്തരമായ ആലപ്പുഴ രൂപതയിൽ ഇതിനെക്കുറിച്ച് പ്രഘോഷിക്കേണ്ടി വന്നു. അങ്ങനെ പ്രഘോഷിച്ച് ഈ അഖണ്ഡ ജപമാല ഒന്ന് ശമിപ്പിച്ചപ്പോഴാണ് അടുത്ത വെളിപാടുമായിട്ട് ആളുകൾ വരുന്നത്, പുതിയ ദൈവസ്വരൂപങ്ങൾ ഉണ്ടാകുന്നത്. ഇത് നമ്മൾ പറയുന്നത് ഒരിക്കലും സഭയ്ക്കകത്ത് മുഴുവൻ അന്ധവിശ്വാസമാണെന്ന നിലയ്ക്കല്ല. സഭയിൽ അനേകം പുരോഹിതർ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരാണ്, വിശ്വാസികളെതിരാണ്. പക്ഷേ പ്രാമുഖ്യം നേടുന്നത് ഇത്തരം അന്ധവിശ്വാസ കേന്ദ്രങ്ങളാണ്. അതിനൊരു പ്രധാന കാരണം കാര്യം നടക്കുമെന്നുള്ളൊരു വ്യാമോഹിപ്പിക്കൽ ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നു. ഈ വ്യാമോഹങ്ങളിൽ കുടുങ്ങിപ്പോകുകയാണ് മനുഷ്യർ. വെളിച്ചം കാണുന്നിടത്ത് ഈലകൾ വരുന്നത് പോലെയാണ്, വിളക്കിൻ്റെ അടുത്ത് ഈലകൾ വന്ന് ചത്തൊടുങ്ങുന്നത് പോലെയാണ് വിശ്വാസികൾ ഇത്തരം കേന്ദ്രങ്ങളിൽ പോയി ചിറകറ്റവരായി മാറുന്നത്, വിശ്വാസത്തിന്റെ ചിറകറ്റ് അടിമകളായിത്തീരുന്നത് എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ എതിർക്കുന്നവരും വിമർശിക്കുന്നവരും വീഡിയോയുടെ കീഴിൽ തന്നെ വരാറുണ്ട്. നിരവധി പേർ ഫോൺ ചെയ്യുന്നു, വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുന്നു, നിങ്ങളിത് നിർത്തണം, നിങ്ങൾ പറയുന്നത് അബദ്ധമാണ്. കത്തോലിക്ക സഭയുടെ വിശ്വാസബോധ്യങ്ങളുമായി ബന്ധപ്പെടാത്ത ഒന്നും നമ്മൾ പറയുന്നില്ല. സഭയുടെ പ്രബോധനാധികാരത്തിൽപ്പെട്ട ഗ്രന്ഥങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ പറയുന്നു നിങ്ങളിത് പറയരുത്.
ഇത് വിശ്വസിക്കാൻ കഴിയില്ലെന്നാണ് അനേകർ പറയുന്നത്. യോഹന്നാൻ സുവിശേഷം 8:45 പറയുന്നുണ്ട്, ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ല. സത്യം പറയുന്നതുകൊണ്ടാണ് വിശ്വസിക്കാത്തത്. ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യോഹന്നാൻ 8:34 പറയുന്നുണ്ട്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം എങ്ങനെ സ്വതന്ത്രമാക്കുന്നത്? സത്യം സ്വതന്ത്രമാക്കുന്നത് ക്രിസ്തു രഹസ്യത്തിൽ നിങ്ങളെ പൂരിതമാക്കിക്കൊണ്ടാണ്, ആത്മാവിനാൽ നിറച്ചുകൊണ്ടാണ്. ആത്മാവിന്റെ സ്വാതന്ത്ര്യം നമ്മളോട് പറയുന്നത് ക്രിസ്തുവിലായിത്തീരാനാണ്, ഈശോ പറഞ്ഞ വഴിയെ നടക്കാനാണ്. ആ സത്യം സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയാണ്. അന്ധവിശ്വാസങ്ങളെ ഭയക്കാത്ത, പിശാചിനെ ഭയക്കാത്ത, മന്ത്രവാദത്തെ ഭയക്കാത്ത, ലോകത്തിലെ ഒരു തിന്മയെയും ഭയക്കാതെ ക്രിസ്തുവിനെ പിൻചൊല്ലാനാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആ വചനത്തിന്റെ വഴിയെ നാം നടക്കുമെങ്കിൽ ലോകത്തിന് നമ്മൾ പ്രകാശമായിട്ട് മാറും. പക്ഷേ ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങളത് വിശ്വസിക്കുന്നില്ല. ക്രിസ്തു പറഞ്ഞ വാക്ക് ഇപ്പോഴും നമ്മുടെ ജീവിത ചുറ്റുപാടി നമുക്ക് കാണാൻ പറ്റും. സത്യം പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരിടത്ത് മാതാവിന് പ്രത്യേകമായ ശക്തിയുണ്ടെന്ന് പറയുമ്പോൾ അത് വിശ്വാസ വിരുദ്ധമാണെന്നും, അത് സഭാത്മകമായ പ്രബോധനത്തിനെതിരാണെന്നും, കൂട്ടായ്മയുടെ ബോധത്തിനെതിരാണെന്നും, വിശ്വാസ വിരുദ്ധമാണെന്നും പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരിടത്ത് മാതാവിന് ശക്തിയുണ്ടെന്ന് വന്നാൽ മാതാവ് ഒരു വിഗ്രഹമായി മാറും. പരിശുദ്ധ ദൈവമാതാവിന് നിരവധി ദേവാലയങ്ങളുണ്ട്. പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ്. ക്രിസ്തുവിന്റെ അമ്മയായ മറിയത്തെ ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ ക്രിസ്തു രഹസ്യത്തെയാണ് നമ്മൾ ഏറ്റുപറയുന്നത്. മറിയം ഒരു മൂർത്തിയല്ല, കാര്യങ്ങൾ നടത്തിത്തരാനുള്ള കേവലോപാധിയല്ല മറിയം എന്ന വാസ്തവം തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അമ്മയുടെ മനോഭാവത്തോടെ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറയാനും ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ലോകത്ത് പ്രകാശിപ്പിക്കാനും വിളിക്കപ്പെട്ട ക്രൈസ്തവർ ഇങ്ങനെയുള്ള അന്ധകാരത്തിൽ പോയി കുടുങ്ങുന്നു, കാര്യം കാണാൻ വേണ്ടി നടക്കുന്നവരായിട്ട് മാറുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ നീങ്ങിപ്പോകാൻ, ഈ കുരിശുകളാണ് രക്ഷയുടെ അടയാളം. ആ കുരിശുകൾ നീങ്ങിപ്പോകാൻ, നമ്മുടെ വ്യാമോഹങ്ങൾ നിറവേറാൻ, മോഹം ഒരു മൂലഭാവമായിരിക്കെ ആ മോഹാസക്തിയിൽ കുടുങ്ങി നമ്മുടെ കാര്യം കാണാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയാക്കി, അല്ലെങ്കിൽ ഒരു കുറുക്കു വഴിയാക്കി വിശ്വാസത്തെ മാറ്റുന്നു. അങ്ങനെ ഭക്താചാരങ്ങളെ മാറ്റുന്നു. ഇത്തരം നിരവധി കേന്ദ്രങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്. ഇത് നമ്മൾ തുറന്നു പറഞ്ഞാൽ വിശ്വാസം ക്ഷയിപ്പിക്കുന്നവരായിട്ട് മാറുമെന്നാണോ വിചാരിക്കുന്നത്? യഥാർത്ഥ വിശ്വാസം ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യമാണ്. അത് കൗദാശിക കേന്ദ്രീകൃതമായതാണ്, പൗരോഹിത്യത്തെ മാനിക്കുന്നതാണ്, സഭാത്മകമായ കൂട്ടായ്മയിൽ ചേർന്നു നിൽക്കുന്നതാണ്. അത്തരത്തിൽ സഭാത്മകമായ കൂട്ടായ്മയിൽ വളർന്നും കൗദാശിക അടിത്തറയിൽ പുരോഗമിച്ചും ലോകത്ത് ക്രിസ്തുവിനെ അനുഭവപ്പെടുത്താനും അനുഭവിക്കാനും നമുക്ക് കഴിയുമെങ്കിൽ മാത്രമേ ക്രൈസ്തവ ജീവിതം അർത്ഥപൂർണമാകൂ എന്ന കാര്യം നിരന്തരം നമുക്ക് പറയേണ്ടതുണ്ട്. അത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള കടമയാണ്. അത് ഏതെങ്കിലും ഒരു കേന്ദ്രം പറയുന്നതിലൂടെ ആളുകൾ മാനസാന്തരപ്പെടുമെന്നല്ല വിചാരിക്കേണ്ടത്. ഓരോ ക്രൈസ്തവനും അവരനോട് ഈ കാര്യം പറയണം. ക്രൈസ്തവനോട് പ്രത്യേകം പറയണം, പുറത്തുള്ളവനോടും പറയണം. അന്ധകാരത്തിൽ പെടരുത്, അന്ധവിശ്വാസങ്ങളിൽ പെടരുത്. വിശ്വാസം ഒരു വെളിച്ചമാണ്, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിയില്ല. സത്യപ്രകാശമായ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ നാം ഓരോരുത്തരും പ്രകാശിതരാവുകയാണ്, ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നവരായി മാറുകയാണ്. എന്താണ് സത്യമെന്ന് സാധാരണ ഒരു സന്ദേഹത്തിലാണ് പലപ്പോഴും നമ്മൾ. യോഹന്നാൻ 18:38 പിലാത്തോസിന് പറ്റിയ ഗതി തന്നെയാണ് പലപ്പോഴും നമുക്ക് പറ്റുന്നത്. സത്യമായ ക്രിസ്തുവിനെ കാണുമ്പോൾ ഈ ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് സത്യം, ഇതിലേതാണ് സത്യം? ഈ സത്യം ഏതാണെന്ന് തിരിച്ചറിയാൻ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്, ദൈവശാസ്ത്രം നമ്മുടെ കയ്യിലുണ്ട്, അപ്പോസ്തല പ്രബോധനങ്ങളുണ്ട്, കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് ഉണ്ട്, വത്തിക്കാൻ രേഖകളുണ്ട്. സഭാപ്രബോധനങ്ങളുടെ ഇങ്ങനെ മഹാസഞ്ചയം നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാനിടയാകണം. സഭ എന്താണ് പറയുന്നത്, വിശുദ്ധ ജീവിതം എന്താണ് പറയുന്നതെന്ന് ആലോചിക്കണം. വിശുദ്ധാത്മാക്കളുടെ മുമ്പിൽ പോയി മുട്ടുകുത്തി കാര്യം കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, നീ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യമുണ്ടല്ലോ, നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യം, അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇയാൾ വിശുദ്ധനായത്. രോഗക്കിടക്കയിൽ രോഗം സഹിച്ചുകൊണ്ടും ക്രിസ്തുവിന്റെ കയ്യിലെ കളിപ്പന്താണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് കൊച്ചുരസ്യം മുമ്പോട്ട് പോകുന്നത്, ക്ഷയത്തെ അതിജീവിക്കുന്നത്. അവൾ മരിക്കുകയല്ല, ക്രിസ്തുവിനോട് ചേരുകയാണ്. ഒരു വീണ്ടും ജനനം ജീവിതം കൊണ്ട് സാധ്യമാക്കുന്നുണ്ട്. വിശുദ്ധാത്മാക്കളെല്ലാം അവരുടെ ജീവിതം ഒരു പ്രയോഗ മാതൃകയാണ്. ആ മാതൃകയെ അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന രീതിയിൽ അവരുടെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് കാര്യം കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നവനാൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നാം തിരിച്ചറിയാതെ പോകുന്നത് ഈ വിശുദ്ധ ജീവിത മാതൃക അനുകരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന പരമാർത്ഥമാണ്. ഇത് സഭയുടെ പഠനമാണ്.
ഈ സത്യം നമ്മൾ പുറത്തു പറയുമ്പോൾ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവനെന്നോ അതല്ലെങ്കിൽ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുന്നവനെന്നോ നമ്മെ ആക്ഷേപിക്കാൻ എളുപ്പമുണ്ട്. ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, പിന്നെ തല്ലിക്കൊല്ലുക. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, സത്യം പറയുന്നതിൽ ഒരു മടിയും കാണിക്കരുത്. വിശ്വാസപൂർവ്വം ചോദ്യം ചെയ്യണം. സുവിശേഷ പ്രവർത്തകരെയായാലും ചോദ്യം ചെയ്യണം. ഒരാളൊരു പ്രസംഗം പറയുമ്പോൾ അയാൾ പറയുന്നത് തെറ്റാണെങ്കിൽ അയാളോട് ചോദിക്കണം. മേലിലൊരിക്കലും ആ തെറ്റയാൾ പറയാനിടയാകുകയില്ല. നിങ്ങൾ ചോദിക്കുമെന്ന് വന്നാൽ, നിങ്ങൾ പറയുന്ന പ്രസംഗത്തിലെ അബദ്ധങ്ങളെക്കുറിച്ച് പ്രഘോഷകരോട് ചോദിക്കുമെന്ന നില വന്നാൽ, ന്യായം ചോദിക്കുമെന്ന് വന്നാൽ, നിശ്ചയമായിട്ടും പ്രഘോഷകർ നുണ പറയാൻ മടിക്കും, തെറ്റുപഠിപ്പിക്കാൻ മടിക്കും. ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധ്യമുണ്ടാവും. അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാവണം. സത്യമേ പ്രഘോഷിക്കാൻ പാടുള്ളൂ. സുവിശേഷ പ്രഘോഷണം സത്യം പറയാനുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് നുണകൾ പറയുന്നു, പഠിക്കാതെ പരീക്ഷ പാസ്സായതിന്റെ സാക്ഷ്യം പറയുന്നു. ഈ തെറ്റ് വെച്ചു പൊറിപ്പിക്കാവുന്നതല്ല. ഇത് ക്രിസ്തുവിനെ അവഹേളിക്കുന്ന പ്രവൃത്തിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പഠിക്കാതെ പരീക്ഷ പാസ്സായി എന്ന് പറയുന്ന ഒരു കുട്ടി ലോകത്തിന്റെ മുൻപിൽ ദൈവം എന്നെ സഹായിച്ചു എന്ന് പറയുമ്പോൾ സ്വന്തം ഉത്തരവാദിത്വം നിറവേറ്റാത്തവൻ രക്ഷപ്പെടുമെന്നൊരു പ്രഘോഷണം അതിന്റെ പിന്നിൽ വരുന്നുണ്ട്. അതുപോലെ അനീതി പ്രവർത്തിക്കുന്നവൻ, പഠിച്ചവരും എഴുതുന്നു, പഠിക്കാത്തവരും എഴുതുന്നു. പഠിക്കാത്തവൻ പ്രാർത്ഥിച്ചു ജയിക്കുമ്പോൾ പഠിച്ചു ജയിച്ചവന് എന്ത് മേന്മയാണുള്ളത്? അതുകൊണ്ട് നമുക്ക് വ്യക്തി ജീവിതത്തിൽ തന്നിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് ഈ ലോക സമക്ഷം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ ദൈവത്തെ തന്നെ അവഹേളിക്കുന്നവരായിട്ട് മാറുന്നു. പ്രാർത്ഥനയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. കാര്യം കാണാനുള്ള കുറുക്ക് വഴിയായി തെറ്റിദ്ധരിപ്പിക്കുന്നു. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനും ക്രിസ്തു രഹസ്യങ്ങളോട് ചേർന്ന് നിൽക്കാനും ക്രിസ്തുവിൽ ജീവിക്കാനും കരുത്ത് പകരേണ്ട പരിശുദ്ധാത്മ പ്രവൃത്തിയെ കേവല കാര്യസാധ്യത്തിനുള്ള ഉപാധിയാക്കി മാറ്റുന്നു. അത്ഭുത പ്രവർത്തനങ്ങളുടെയും അടയാളങ്ങളുടെയും അകമ്പടിയോടെ നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ഇത്തരത്തിൽ തരംതാണവയാണെന്നും വിശ്വാസവിരുദ്ധമായവയാണെന്നും ഈ ലോകത്തോട് നമുക്ക് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഈ കാര്യങ്ങൾ ചോദിക്കാൻ വിശ്വാസികളായി ഓരോരുത്തരും തയ്യാറാകണം. സഭയ്ക്കകത്ത് മുഴുവൻ കുഴപ്പമൊന്നും നിലയ്ക്കല്ലോ പറയണം. സഭയ്ക്കകത്ത് ഇത്തരം കുഴപ്പങ്ങളുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനും അതിനെ എതിർക്കാനും സത്യം പറയാനും എനിക്ക് നിങ്ങൾക്കും ബാധ്യതയുണ്ട്. ഏത് തരത്തിലാണെങ്കിലും ഏത് അപകടം ഉണ്ടായാലും സത്യം പറയണമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ സ്നാപകനെ നോക്ക്. സ്നാപകൻ ക്രിസ്തുവിനെ ജ്ഞാനസ്നാനവേളയിൽ കണ്ടു, പ്രാവ് ഇറങ്ങി വരുന്നത് കണ്ടു. അതുകൊണ്ട് ഇവനാണ് ദൈവപുത്രനെന്ന് സ്നാപകൻ പറയുന്നു. സ്നാപകൻ ഇത് പറയുമ്പോൾ ഇത് സത്യമാണെന്ന് ഉറപ്പിക്കാനുള്ള അടയാളം എന്താ, ബലം എന്താ? സ്നാപകൻ പറഞ്ഞുകൊണ്ട് നമ്മൾ എങ്ങനെ വിശ്വസിക്കുക? സ്നാപകൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് സ്നാപകൻ നുണ പറയാത്തവനാണ്. ഒരു കാരണവശാലും ലോകാധികാരങ്ങളെ ഭയപ്പെടാത്തവനാണ്. സ്വന്തം ജീവന് വില കൽപ്പിക്കാത്തവനാണ്. സ്നാപകൻ പറയുകയാണ്, പ്രാവ് ഇവന്റെ മേൽ എഴുന്നള്ളി വരുന്നത് ഞാൻ കണ്ടു, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നത് ഞാൻ കണ്ടു, ഇവനാണ് ലോകത്തേക്ക് വരാനിരുന്നവൻ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങനെ ക്രിസ്തു രഹസ്യത്തെ വെളിപ്പെടുത്തുക മാത്രമല്ല, സത്യം പ്രഘോഷിക്കുക മാത്രമല്ല സ്നാപകൻ ചെയ്യുന്നത്. ഹെറോദേസ് രാജാവ് ജ്യേഷ്ഠ സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കി വെച്ചിരിക്കുന്നത് തെറ്റാണെന്ന്, അനീതിയാണെന്ന് വിളിച്ചു പറയുക കൂടി ചെയ്യുന്നുണ്ട് സ്നാപകൻ. സത്യം പറയുന്നതിന്റെ മേൽ ശിരസ് നഷ്ടപ്പെടുത്തുന്നുണ്ട് സ്നാപകൻ. അതുകൊണ്ട് അങ്ങനെ തല പോയാലും സത്യം പറയുന്ന സ്നാപകൻ ഇപ്പറഞ്ഞതും സത്യമാണ്. സത്യത്തെ ഉറപ്പിക്കാൻ ജീവിതമുണ്ടാകണം. അതുകൊണ്ട് പീഡകൾ ഉണ്ടാകാം, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകാം, നിഷേധിയെന്ന് വിളിക്കപ്പെടാം. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കണം, തെറ്റുകൾ ചൂണ്ടിക്കാട്ടണം, സഭയ്ക്കകത്തുള്ള പിഴവുകൾ പറയണം. അത് സഭാവിരുദ്ധ പ്രവർത്തനമല്ല, അത് സഭയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. സഭയ്ക്കകത്തുള്ള കുറവുകളും പോരായ്മകളും അപ്രകാരം പറയുന്നതിലൂടെ സഭയെ നിരന്തരം നവീകരിക്കാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്കും പ്രചോദനമുണ്ട്. നിങ്ങളത് ചെയ്യേണ്ടതുണ്ട്. അതല്ലെങ്കിൽ സഭ ഇരുളഞ്ഞതായി പോകും. അന്ധകാരത്തിന്റെ മറ സഭയെ മൂടി നിൽക്കും. സഭ ഒരിക്കലും നശിക്കില്ല, പക്ഷെ വിശ്വാസികൾ അനേകർ വഴിതെറ്റാനിടയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സ്ഥാപനങ്ങളിൽ 40 ലക്ഷം രൂപ കോഴ വാങ്ങിയിട്ടാണ് നിയമനങ്ങൾ നടത്തുന്നത്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് സ്കൂൾ തുടങ്ങും, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് പ്രേരണയാൽ ആശുപത്രി തുടങ്ങും, ആശുപത്രി തുടങ്ങിക്കഴിഞ്ഞ് സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞ് അവിടെ നിയമനത്തിന് കോഴ വാങ്ങും, കുട്ടികളെ ചേർക്കാൻ ക്യാപിറ്റേഷൻ ഫീ വാങ്ങും. എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകാൻ, എല്ലാവർക്കും വെളിച്ചം നൽകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്നിരിക്കെ ധനികർക്ക് വേണ്ടി നമ്മൾ കോളേജുകൾ നടത്തും, ധനികർക്ക് വേണ്ടി സ്കൂളുകൾ നടത്തും.
അങ്ങനെ ക്രിസ്തു വിരുദ്ധരായി നമ്മൾ മാറിപ്പോകും. ഒരു പള്ളിയിൽ ഓഡിറ്റോറിയം AC ആക്കാൻ പോകണം, നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണ്. AC ആക്കിയാൽ അവിടെ 12,000 രൂപയ്ക്കാണ് ഇടവകക്കാർക്ക് ഈ ഹാള് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ അവിടെ AC ആക്കിയാൽ 50,000 രൂപയെങ്കിലും മേടിക്കേണ്ടി വരും. അങ്ങനെ 50,000 രൂപ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവൻ ഈ പള്ളിയിൽ വെച്ച് കല്യാണം നടത്താൻ കഴിവില്ലാത്തവനായി തിരസ്കരിക്കപ്പെടും. അവിടെ പാരിഷ് കൗൺസിൽ ചർച്ച ചെയ്യാൻ പോകുമ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു സഹോദരനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ദരിദ്രനെ പടിയടച്ച് പുറത്താക്കുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കൂട്ടുനിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നേരിട്ട് പാരിഷ് കൗൺസിൽ മെമ്പറൊന്നുമല്ല. ഞാൻ ഒരിക്കലും ഒരു സംഘത്തിലെയും എവിടെയെങ്കിലും ഒരു അധികാര സ്ഥാനത്തോ ഒരു സ്ഥാനമാനങ്ങളിലോ ഇരിക്കലും തീരുമാനം എടുത്തിട്ടുള്ള ആളാണ്. ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടാണ് വിശ്വാസത്തിലെ പ്രവർത്തനത്തിനായി ഇറങ്ങിയത്. നേതൃസ്ഥാനത്തോ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ അധികാരത്തിലോ എവിടെയെങ്കിലും ഒരു നേതാവെന്ന നിലയ്ക്കോ ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇരിക്കില്ല, ഒരു സ്ഥാനമാനങ്ങളും ഇനി സ്വീകരിക്കില്ലെന്ന് തീരുമാനിച്ചിട്ടാണ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് അവിടുത്തെ പാരിഷ് കൗൺസിൽ അംഗത്തോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. ചർച്ചയായപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞെന്നാണ് എൻ്റെ അറിവ്. ഏതായാലും അവിടെ ആ ഓഡിറ്റോറിയം AC ആക്കിയില്ല. ഞാനീ പറഞ്ഞത് നമ്മൾ ആലോചിക്കണം, ഒരു കുഴിക്ക് 1.25 ലക്ഷം രൂപ. എൻ്റെ ഇടവകയിൽ സംഭവിച്ച കാര്യമാണ്. എൻ്റെ ഇടവകയിൽ ഇങ്ങനെ അനൗൺസ് ചെയ്യണം, കുറച്ച് കുഴികൾ കൊടുക്കാനുണ്ട്, പൈസ അറിയുന്നതിന് മുമ്പ് വിളിച്ചു ചോദിച്ചു. എനിക്കൊരു കുഴിക്ക് വേണ്ടിയാ. ഈ ജീവിച്ച കാലത്ത് കിടന്നുറങ്ങാൻ ഒരു സ്ഥലമില്ലാതെ പോയ മനുഷ്യനാണ് ഞാൻ. തെരുവിൽ കിടന്നുറങ്ങിയിട്ടുള്ള മനുഷ്യനാണ് ഞാൻ. അങ്ങനെ ജീവിച്ചിരുന്നപ്പോ കിടന്നുറങ്ങാൻ ഇടമില്ലാതെ പോയ എനിക്ക് മരണശേഷം കിടക്കാൻ ഒരു കുഴി ചോദിച്ചു. 1.25 ലക്ഷം രൂപ. വലിയ ചിരിയാണ് എനിക്ക് വന്നത്. എനിക്ക് കുഴി മേടിക്കാൻ വേണ്ടിയിട്ടല്ലോ കേട്ടോ, കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചതാ. 1.25 ലക്ഷം രൂപ. ശബത്തിന് പോലും വിവേചനം കൽപ്പിക്കുന്ന ഇത്തരം സമീപനങ്ങൾ ഉണ്ടാവുമ്പോൾ സഭയ്ക്ക് അകത്ത് തുറന്നു പറയണ്ടേ? അത് പറയുന്നത് സഭാവിരുദ്ധ പ്രവർത്തനമല്ല. സഭയെ നിരന്തരം നവീകരിക്കാൻ നാം വിളിക്കപ്പെടുന്നു. സ്ത്രീകൾക്കെതിരെ അനീതി ഉണ്ടാകുമ്പോൾ, അവർക്ക് അർഹമായ അംഗീകാരം ലഭിക്കാതെ പോകുമ്പോൾ, സമൂഹത്തിൽ ദരിദ്രർ അവഗണിക്കപ്പെടുമ്പോൾ, വിശ്വാസവിരുദ്ധമായ ജീവിതം ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിൽ അനീതികളും അശുദ്ധികളും അന്ധവിശ്വാസങ്ങളും പെരുകുമ്പോൾ, പണം പ്രധാനമായി വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാൻ എനിക്ക് നിങ്ങൾക്കും ബാധ്യതയുണ്ട്. സത്യം തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കണം. സത്യവിരുദ്ധമായവയെ എതിർത്തുകൊണ്ടേയിരിക്കണം. ഗലാത്യ ലേഖനത്തിൽ ഗലാത്യക്കാരോട് പൗലോസ് ചോദിക്കുന്നുണ്ട് 4:16, സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായോ? സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായോ? സത്യം ഒരിക്കലും നശിപ്പിക്കുന്നതല്ല, പടുത്തുയർത്തുന്ന കാര്യമാണ്. തെറ്റായ കാര്യങ്ങൾ തിരുത്തുകയും അനാചാരങ്ങളും അശുദ്ധികളും നീക്കുകയും ചെയ്തുകൊണ്ട് നിരന്തരം നവീകരിക്കപ്പെടേണ്ട ഒരിടമാണ് സഭ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭ. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. എഫേസ്യർ 4:15 പറയാണ്, സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് നാം ശിരസ്സായ ക്രിസ്തുവിലേക്ക് വളരേണ്ടിയിരിക്കുന്നു. സ്നേഹപൂർവം. നമുക്ക് ആരെയും ആക്ഷേപിക്കേണ്ടതില്ല, ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. ആധുനിക കാലഘട്ടം സമ്പത്തിൽ കേന്ദ്രീകൃതമായ കാലഘട്ടമാണ്. ഈ കാലഘട്ടം മൂലധനത്തിൽ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ സാമ്രാജ്യത്വവും മൂലധനവും കൊടികുത്തി വാഴുമ്പോൾ അനീതികളും അശുദ്ധികളും ഉണ്ടാവുക സ്വാഭാവികമാണ്. ദാരിദ്ര്യവും ക്ലേശങ്ങളും വർദ്ധിക്കുമ്പോൾ അന്ധവിശ്വാസങ്ങളിലേക്ക് ജനങ്ങൾ വീണുപോകാനുള്ള സാധ്യതയേറെയാണ്. അതുകൊണ്ട് സഹനങ്ങളിൽ നിന്ന് മോചനം നേടാൻ കുറുക്കുവഴികൾ മനുഷ്യർ തേടും. ഇതൊരു ഭൗതിക യാഥാർത്ഥ്യമാണ്. ആ ഭൗതിക യാഥാർത്ഥ്യം മനസ്സിലാക്കാനും തെറ്റുതിരുത്തുന്നതിലൂടെ ക്രിസ്തുവിനെ ജീവിതത്തിനകത്ത് അനുഭവിക്കാനും ഈ ലോകത്തെ പഠിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ കാര്യം നമുക്ക് ബോധ്യം ഉണ്ടാവണമെന്ന് മാത്രം. അതുകൊണ്ട് സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് വളരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എഫേസ്യർ 6:14 പറയും, അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. ആ ഒരു ഉറപ്പോടെ നമുക്ക് നിൽക്കാൻ പറ്റണം. അത് സഭാവിരുദ്ധമായിട്ടല്ല. സഭയ്ക്കകത്ത് വ്യക്തികൾക്ക് പിഴവുകൾ ഉണ്ടാകാം, പുരോഹിതർ വീണുപോകാം, അൽമായർ വീണുപോകാം. വീണുപോകുന്നതാണെന്ന് അംഗീകരിക്കണം. കുറവുകളും പോരായ്മകളും അംഗീകരിക്കണം. പോരായ്മകൾ ഉണ്ടാകാം. മാനുഷികമായ ഒരു കൂട്ടായ്മ കൂടിയാണ് സഭ. ആ സത്യം അംഗീകരിക്കണം. വീണുപോകുന്നതാണെന്ന് പറയണം. അല്ലാതെ മറച്ചു പിടിക്കുകയല്ല വേണ്ടത്. അങ്ങനെ മറച്ചു പിടിക്കുന്നതിലൂടെ തെറ്റിനെ സംരക്ഷിക്കുന്നവരായി നാം മാറുമ്പോൾ ഈ ലോക സമക്ഷം നമ്മൾ അശുദ്ധരാണെന്ന് വെളിപ്പെടും.
ക്രിസ്തുവിരുദ്ധരാണെന്ന് വെളിപ്പെടും. ക്രിസ്തുവിന് ശരീരമായ സഭ ഈ ലോകത്ത് അപമാനിക്കപ്പെടും. അതിനിടേണ്ടാവരുത്. 1 തിമോത്തി 2:14 പറയും, എല്ലാവരും സത്യം അറിയണമെന്നും എല്ലാവരും രക്ഷപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ രക്ഷ ആധുനിക കാലത്ത് അനുഭവമാകാൻ നമ്മുടെ ജീവിതം നാം അർപ്പിക്കണം. ഈ അർപ്പണത്തിനായിട്ട് നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നുണ്ട്, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അന്ധവിശ്വാസങ്ങൾ പെരുകുന്നത്? എന്തുകൊണ്ടാണ് അനാചാരങ്ങൾ പെരുകുന്നത്? എന്തുകൊണ്ടാണ് സമ്പദ് കേന്ദ്രീകൃതമായ വിശ്വാസ വീഴ്ചകൾ നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാകുന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിക്കാനും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതത്തിലെ ദുരിതങ്ങളെയും ജീവിതത്തിലെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളെയും നേരിടാൻ നാം ബലമാർജിക്കുകയും ചെയ്യണം. അങ്ങനെ ലോകസമക്ഷം ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായി മാറാൻ എനിക്ക് നിങ്ങൾക്കും കഴിയട്ടെ. പരിശുദ്ധാത്മാവിൽ ബലം പ്രാപിച്ച് വിശ്വാസത്തിന്റെ വെളിച്ചമായി ആനുകാലിക ലോകത്ത് പ്രകാശിക്കാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.